ലാലേട്ടൻ ലക്ഷ്മിയോട് ചോദിക്കുകയാണ്, എന്താണ് ലക്ഷ്മി, ബിഗ് ബോസിനോട് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ലേ എന്ന്. അപ്പോൾ ലക്ഷ്മി പറയുന്ന, അത് ലാലേട്ട കുട്ടിയെ അകത്തേക്ക് കൊണ്ടുവരാത്ത ആ ഒരു കാര്യം കൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ എന്ന് ബിഗ് ബോസ് തന്നെ അതിനെ പറ്റിയിട്ട് നിങ്ങളോട് സംസാരിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ബിഗ് ബോസ് പറയുന്ന, ലക്ഷ്മി നിയമപരമായ തടസ്സങ്ങൾ കാരണമാണ് മോനെ അകത്തേക്ക് പ്രവേശിപ്പിക്കാഞ്ഞത് എന്ന്. അപ്പോൾ ശരി, മനസ്സിലായി ബിഗ് ബോസ്, സാരമില്ല ഞാൻ അതിനോട് പൊരുത്തപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ലക്ഷ്മി. പക്ഷെ ലക്ഷ്മിക്ക് നല്ല സങ്കടമൊക്കെ ഉണ്ട്. എന്തായാലും മോൻ കയ്യെത്തുന്ന ദൂരത്ത് വന്നിരുന്നിട്ട് മോനെ കാണാൻ പറ്റാത്ത ആ ഒരു സങ്കടം എന്ന് പറയുമ്പം, അതും 4 വയസ്സുള്ള കുഞ്ഞല്ലേ, മോനാണെങ്കിൽ ഒരുങ്ങി നല്ല സുന്ദര കുട്ടപ്പനായിട്ട് വന്നിരിക്കുന്ന ആ ഒരു വീഡിയോ ഒക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ, വേറെ ആൾക്കാർ വഴി പുറത്ത് വന്നതൊക്കെ. അപ്പം നമുക്കത് കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. അപ്പം സ്വന്തം അമ്മയ്ക്ക് എത്രമാത്രം സങ്കടം അതിൽ നിന്നും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതുപോലെ ലക്ഷ്മിയുടെ കസിൻ ബ്രദറും ലക്ഷ്മിയുടെ അമ്മയും ലക്ഷ്മിയുടെ മകനും കൂടിയാണ് ബിഗ് ബോസിലേക്ക് വന്നിരുന്നത്. 3 ടിക്കറ്റാണ് അവർ അയച്ചു കൊടുത്തത് ബിഗ് ബോസിൻ്റെ ക്രൂ. അതും പ്രകാരം അവർ 3 പേര് വന്നിട്ട് ആദ്യം തന്നെ ഈ ബ്രദറിനെ അവർ മാറ്റി നിർത്തി. ബ്രദറിനെ കാണാൻ പറ്റില്ല, 2 പേർക്ക് മാത്രമേ കയറ്റാൻ പറ്റില്ല, 2 പേർക്ക് മാത്രമേ അകത്തേക്ക് കയറാൻ പറ്റൂ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ലക്ഷ്മിയുടെ അമ്മയും മകനെയും കയറ്റാം എന്നുള്ള രീതിയിൽ കൊണ്ടുപോയിട്ട് മകനെയും പിന്നീട് അവർ മാറ്റി നിർത്തിയമ്മച്ചാണ് അകത്തേക്ക്. അത് ഈ ലക്ഷ്മിയുടെ ബ്രദറിൻ്റെ തന്നെ ഒരു ഇൻ്റർവ്യൂ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് അതിനെയൊക്കെ പറ്റിയിട്ട്. നിയമപരമായ കുറേ തടസ്സങ്ങളൊക്കെ, ഡിവോഴ്സിൻ്റെ കേസ് നടക്കുകയാണ്, അതുകൊണ്ടാണ് കയറ്റാൻ കഴിയാത്തത് എന്നാണ് ബിഗ് ബോസിൻ്റെ ക്രൂ ഇവരോട് പറഞ്ഞത്. പക്ഷേ അങ്ങനെ ഒരു സംഭവമില്ല എന്നുള്ളതും നമ്മൾ സോഷ്യൽ മീഡിയ കൂടി ഇപ്പോൾ അറിഞ്ഞിരിക്കുകയാണ്. അതായത് ലക്ഷ്മിയുടെ ഹസ്ബൻഡ് തന്നെ വന്നിട്ട് പറയുന്നു അങ്ങനെ ഒരു കേസ് ഇല്ല എന്നുള്ള കാര്യം. ഇപ്പോൾ ഈ ബ്രദർ കൊടുത്ത ആ ഒരു ഇൻ്റർവ്യൂവിലാണെങ്കിലും പറയുന്നു, ഞാൻ അപ്പോൾ തന്നെ ലക്ഷ്മിയുടെ ഹസ്ബൻഡിന് ഫോൺ ചെയ്തു, ചേട്ടനാണെങ്കിൽ മെയിൽ അയച്ചു കൊടുത്തു, അങ്ങനെ ഒരു കേസോ കാര്യങ്ങളോ ഒന്നുമില്ല, കുഞ്ഞിനെ കയറ്റി വിടണം എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിയുടെ ഹസ്ബൻഡ് അവിടെ മെയിൽ അയച്ചിട്ടുമുണ്ടായിരുന്നു. എന്നിട്ട് പോലും ലക്ഷ്മിയുടെ മകനെ അകത്തേക്ക് കയറ്റി വിട്ടിട്ടില്ല. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാരണമെന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും സ്വന്തം അമ്മയെ കാണാൻ വേണ്ടിയിട്ട് വന്ന ആ കുഞ്ഞിൻ്റെ മനസ്സ് ഒരുപാട് വേദനിച്ചിട്ടുണ്ടാകും, ലക്ഷ്മിയുടെ മനസ്സും ഒരുപാട് വേദനിച്ചിട്ടുണ്ടാകും. തൊട്ടടുത്ത് വരെ വന്നിട്ട് കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്തിട്ട്.